ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയ എന്നെ പൊതിഞ്ഞിടുമോ. നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലും നിന്നും എന്നെ കഴുകിടുമോ. കയ്യെത്താ ദൂരത്തൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ. കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ. ചിരിക്കാൻ കാരണം ചികയുമ്പോൾ, ജീവിക്കാൻ കാരണം തിരയുമ്പോൾ, തോളത്ത് മയങ്ങിയോർ മറക്കുമ്പോൾ, തൊലിയുരിയുമ്പോൾ പഴിക്കുമ്പോൾ, നിൻ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനേ ഉത്ഥിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ,
തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോഴെന്നുള്ളം സ്വർഗമായി തീരും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി ജെറുസലേമിലേക്ക് ഒരു യാത്ര നടത്തി. ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെയും തിരുശേഷിപ്പുകളുടെയും വീണ്ടെടുപ്പായിരുന്നു ഉദ്ദേശം. ജെറുസലേമിൽ ഹെലേന രാജ്ഞിയെ സഹായിക്കാൻ പടുവൃദ്ധനായ ഒരു യഹൂദനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനായിരുന്നു യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഏകദേശം കേട്ടുകേഴ്വിയിലൂടെ കൃത്യമായി അറിയാമായിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഹെലേന രാജ്ഞിയും പരിവാരങ്ങളും കാൽവരിയിലെത്തി ആ പരിസരമാകെ വീക്ഷിച്ചപ്പോൾ കണ്ടത് വളരെ ദുഃഖകരമായ അവസ്ഥയായിരുന്നു. ആ പ്രദേശങ്ങൾ മുഴുവൻ മണ്ണുകൾ കൊണ്ടും അതുപോലെ തന്നെ ചെറുതും വലുതുമായ പാറക്കഷ്ണങ്ങൾ കൊണ്ടും മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ പരിവാരങ്ങളെയും കൊണ്ട് വളരെ ആഴത്തിൽ കുഴിച്ച് അനേക ദിവസങ്ങൾ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശു പോലെ തോന്നിക്കുന്ന 3 കുരിശുകൾ അവർ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ ക്രിസ്തുവിൻ്റെ കുരിശ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവരികയും ഈ സ്ത്രീ 3 കുരിശിലും സ്പർശിക്കുകയും ചെയ്തു. 3ാമത്തെ കുരിശിൽ സ്പർശിച്ചപ്പോൾ ഈ സഹോദരി സൗഖ്യമുള്ളവളായി. അങ്ങനെയാണ് ഇത് ക്രിസ്തുവിൻ്റെ കുരിശാണെന്ന് കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അപമാനത്തിൻ്റെ ചിഹ്നമായ കുരിശ് ക്രിസ്തു ചേർക്കപ്പെട്ടപ്പോൾ വലിയ വിജയത്തിൻ്റെയും രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും അടയാളമായി മാറി. ഇന്നും കുരിശ് വിജയത്തിൻ്റെ ചിഹ്നമാണ്. പ്രിയപ്പെട്ടവരെ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലേക്ക് ആ സൗഖ്യം ഒഴുകുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. വരും തലമുറകളെ നമുക്കത് പഠിപ്പിക്കാം. നമ്മുടെ മക്കൾ നമ്മൾ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും കുരിശിനെ അഭിമാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും കാണാൻ ഇടയാകട്ടെ. ബഹുമാനപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മമാരെ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ക്രൂശിതനായ കർത്താവിൻ്റെ രൂപമെടുത്ത് മുത്തുമ്പോൾ, യേശുക്രിസ്തു നൽകിയ സൗഖ്യവും യേശുക്രിസ്തു നൽകുന്ന ധൈര്യവും ബലവുമാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും ജീവിതത്തിലേക്ക് വരുന്നത്. അപ്രകാരമുള്ള മാതൃകകൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം, ഞങ്ങൾ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിതനായ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.